അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ? അപ്പോൾ ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? തേർഡ് ടേം, മൂന്നാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15. പിന്നെയോ എയ്ത്ത് ടേം, എട്ടാമത്തെ ടേം തന്നിട്ടുണ്ട് 35. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് രണ്ട് ടേമുകൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേമും എട്ടാമത്തെ ടേമും തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് 13th ടേം കണ്ടുപിടിക്കണം. 13ാമത്തെ ടേം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടും. അപ്പോൾ രണ്ട് ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 13ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് വേണം അല്ലേ? കോമൺ ഡിഫറൻസ് ഫസ്റ്റ് d = എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയാൽ തുടർച്ചയായ പദങ്ങൾ നമുക്ക് തന്നിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഇതെങ്കിലും കുറച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. മൂന്നാമത്തെ പദവും എട്ടാമത്തെ പദവുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ TD ഓർമ്മയുണ്ടല്ലോ, TD/PD. ടേം ഡിഫറൻസ് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അല്ലേ? അപ്പോൾ TD എത്ര വരും? 35 - 15. 35 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം 35 - 15 ബൈ അവയുടെ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം. പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 8 - 3. 8 - 3 അതായത് 20/5 = 4. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ അത് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് 13ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. xn അല്ലേ? xn = x1 ഒന്നാമത്തെ ടേം പ്ലസ് n - 1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? nth ടേം. nth ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 13ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതുകൊണ്ട് നമുക്ക് x13 എങ്ങനെ കിട്ടും? നമുക്ക് ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ ഒന്നാമത്തെ ടേം x1 നമുക്ക് തന്നിട്ടില്ല. x1 ഒന്നാമത്തെ ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനടി x1 തന്നെ എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് ഒന്നാമത്തെ ടേമാണ് തന്നിട്ടുള്ളത്. എത്രയാമത്തെ ടേമാണ് തന്നിട്ടുള്ളത്? മൂന്നാമത്തെ ടേമും എട്ടാമത്തെ ടേമുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് x1 പകരം ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. നമുക്ക് മൂന്നാമത്തെ ടേം എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x1 പകരം x3 കണ്ട x3 പ്ലസ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടി വരും. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ n 13 അല്ലേ? അപ്പോൾ ഇവിടെ n വ്യത്യാസമില്ല. 13 മൈനസ് ഇവിടെ നോക്കിയാൽ ഇവിടെ x1 ഒന്നാമത്തെ ടേം ആകുമ്പോഴാണ് നാം 1 എഴുതാം. ഇവിടെ മൂന്നാമത്തെ ടേം ആയാലോ 3 എഴുതണം. ഇവിടെ 1 എഴുതരുത്. -3 അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇൻറ്റു d കോമൺ ഡിഫറൻസ് 4. ഇനി നമുക്ക് എളുപ്പം ചെയ്യാം. x3 എത്രയാണ്? മൂന്നാമത്തെ ടേം എത്രയാണ്? മൂന്നാമത്തെ ടേം 15 അല്ലേ? അപ്പോൾ 15 പ്ലസ് 13 - 3 10 × 4 അതായത് 15 പ്ലസ് 10 × 4 40. ഇപ്പം എന്ത് കിട്ടി? 55. സംശയങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമുക്കിതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 23rd ടേം അല്ലേ? 23ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ഇക്വേഷൻ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇക്വേഷൻ ഒന്നുകൂടി എഴുതി പഠിക്കട്ടെ. xn = x1 പ്ലസ് n - 1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് xn 23ാമത്തെ ടേമാണ്. അതുകൊണ്ട് x23 = ഇവിടെ നമുക്കുള്ളത് x1 ഇല്ല അല്ലേ? അതിന് പകരം x3 ആണ് നാം എടുത്തത് അല്ലേ? അപ്പോൾ x3 പ്ലസ് n - 1 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 23 കണ്ടില്ലേ? 23 മൈനസ് 1 എത്രയാണ്? x3 ആണ് 3 അല്ലേ? അപ്പോൾ 23 - 3 × d കോമൺ ഡിഫറൻസ് 4. അപ്പോൾ എന്ത് കിട്ടും? x3 എന്ന് പറയുന്നത് എത്രയാണ്? x3 15 പ്ലസ് 23 - 3 20 × 4 അതായത് 15 പ്ലസ് 20 × 4 80. അപ്പോൾ 95. ക്ലിയർ ആയില്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ ടേം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ 1 വരുള്ളൂ. ഇവിടെ ഏതാണോ അതാണ് ഇവിടെ വരാം. കണ്ടാ? ഇവിടെ 3 വന്നാൽ ഇവിടെ 3,
ഈ 23 ഇവിടെ വന്നു കണ്ട 23 ഈ 3 ഇവിടെ വരും. എപ്പോഴും അങ്ങനെ ആയിരിക്കും വരാം. അപ്പോൾ ഏത് ടേമാണ് തന്നിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ഇത് മാറുക. ആ ടേമിൻ്റെ പൊസിഷനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ ഫിഫ്ത്ത് ടേം അഞ്ചാമത്തെ പദം തന്നിട്ടുണ്ട് 21, 9ാമത്തെ ടേം തന്നിട്ടുണ്ട് 41. കണ്ടുപിടിക്കേണ്ടതോ ഫസ്റ്റ് ടേം ഒന്നാമത്തെ ടേം ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി സീക്വൽ ടു ഫസ്റ്റ് ഡി സീക്വൽ ടു എന്ത് വേണം? ഇവിടെ നോക്കിയാൽ തുടർച്ചയായ പദങ്ങൾ വന്നിട്ടില്ല അല്ലേ. 9ഉം 5ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ടി ഡി ബൈ പി ഡി, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അല്ലേ. സീക്വൽ ടു എന്ത് വരും? 9ാമത്തെ ടേം 41, അപ്പോൾ 41 മൈനസ് 21 ബൈ 9 മൈനസ് 5. അപ്പോൾ എത്ര കിട്ടി? 20 ബൈ 9 മൈനസ് 5 4, അതായത് 5. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലേ. അവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമുക്കറിയാം xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. ഇതാണ് നമ്മുടെ പൊതുവായ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. x1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വേണം? x1 നമ്മൾ ചെയ്തിട്ടുണ്ട്. x1 ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത്രയും കുറയ്ക്കണം അല്ലേ. xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ചോദ്യങ്ങൾ ചെയ്തതാണ് അല്ലേ. ഈക്വൽ ടു xn അല്ലേ. ടേം ഏതെടുക്കാം? നമുക്ക് അഞ്ചാമത്തെ ടേം എടുക്കാം. അപ്പോൾ x5 മൈനസ് n മൈനസ് 1 അഞ്ചാമത്തെ ടേമാണ് എടുത്തത്. അതുകൊണ്ട് 5 മൈനസ് 1 അല്ലേ ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് 5 ഈക്വൽ ടു x5 എത്രയാണ്? x5 അഞ്ചാമത്തെ ടേം 21 അല്ലേ. അപ്പോൾ 21 മൈനസ് 5 മൈനസ് 1 4 ഇൻറ്റു 5. എത്ര കിട്ടും? 21 മൈനസ് 14 20 1. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? സബ് ക്വസ്റ്റ്യൻ തേർഡ് ടേം മൂന്നാമത്തെ ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ എഴുതി പഠിക്കട്ടെ. ഇക്വേഷൻ ഒന്നും കൂടി എഴുതിക്കോ. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ x3 മൂന്നാമത്തെ ടേം ഈക്വൽ ടു x1 ഒന്നാമത്തെ ടേം അല്ലേ. നമുക്കിവിടെ ഒന്നാമത്തെ ടേം തന്നിട്ടുണ്ടായില്ല, പക്ഷെ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചും എഴുതാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അല്ലേ. ഇവിടെ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? x1 തന്നെ കൊടുക്കാം. x1 പ്ലസ് n എത്രയാണ്? 3 മൈനസ് 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് 5 ഈക്വൽ ടു ഒന്നാമത്തെ ടൈം എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 അല്ലേ. 1 പ്ലസ് 3 മൈനസ് 2 3 മൈനസ് 1 2 ഇൻറ്റു 5 ഈക്വൽ ടു 1 പ്ലസ് 5 ഇൻറ്റു 2 10 ഈക്വൽ ടു 11. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ടൈം എത്രയാണ്? 11. മനസ്സിലാവണില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഫോർത്ത് ടേം നാലാമത്തെ പദം എത്രയാണ്? 61. പിന്നെയോ സെവൻത്ത് ടേം എത്രയാണ്? സെവൻത്ത് ടേം ഏഴാമത്തെ ടേം 31. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് 10th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നാലാമത്തെ ടേമും ഏഴാമത്തെ ടേമും തന്നിട്ടുണ്ട്. 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യണം കോമൺ ഡിഫറൻസ് അല്ലേ. ഡി ഈസ് ഈക്വൽ ടു എന്താണ്? തുടർച്ചയായ പദങ്ങൾ തന്നിട്ടില്ല. അതുകൊണ്ട് നാം എന്ത് വേണം? ഇക്വേഷൻ അറിയാലോ. ടി ഡി ബൈ പി ഡി. അതായത് ഇവിടെ 31 ആണ് ഏഴാമത്തെ പദം. 31 മൈനസ് 61 ബൈ 7 മൈനസ് 4. 7 മൈനസ് 4. 31 മൈനസ് 61 എന്ന് പറഞ്ഞാൽ -30 അല്ലേ. -30. ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കണം. 31 മൈനസ് 61 ആണ് അല്ലേ. അപ്പോൾ നെഗറ്റീവാണ് കൂടുതൽ. അതുകൊണ്ട് -30 ബൈ 7 മൈനസ് 4 3. അപ്പോൾ എത്ര കിട്ടും? പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. വ്യത്യസ്ത ചിഹ്നങ്ങളായാലും ഹരിക്കുമ്പോൾ -30/3 10. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? കോമൺ ഡിഫറൻസ്. ഇനി 10th ടേം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതിക്കുക. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി.
ഇവിടെ നോക്കിയാൽ ഏതാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കുന്നത് 10th ടേമാണ് അല്ലേ? അപ്പോൾ ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ പോണ്. x10 ഈസ് ഈക്വൽ ടു x1 നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 4ാമത്തെ ടേം തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 4 എഴുതാം. അപ്പോൾ x4 എന്ന് എഴുതി ഇവിടെ. x4 പ്ലസ് n-1 അല്ലേ? ഇവിടെ n എത്രയാണ്? 10. 10 മൈനസ് 1 അല്ല, ഇവിടെ ഫസ്റ്റ് ടേം അല്ല. എത്രാമത്തെ ടേമാണ്? 4ാമത്തെ ടേമാണ്. അപ്പോൾ 10 മൈനസ് 4 കണ്ട, 10 മൈനസ് 4. അപ്പം ഇവിടെ ഏതാണോ അതാണ് ഇവിടെയും വരാം. ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ്? -10. ശ്രദ്ധിക്കുക, -10. അപ്പോൾ എന്ത് വരും? x4 എത്രയാണ്? 4ാമത്തെ ടേം 61 പ്ലസ് 10 മൈനസ് 4 6 ഇൻറ്റു -10. അതായത് 61. നോക്കിയാൽ 6 ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവിൻ്റെ നെഗറ്റീവ് അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 10 60. 61 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ 10ാമത്തെ ടേം കിട്ടി 1. ഇനി അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം 1ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1ാമത്തെ ടേമിനുള്ള ഇക്വേഷൻ എന്താണ്? x1 ഈസ് ഈക്വൽ ടു നാം ചെയ്തിട്ടുണ്ട്. x1 ഈസ് ഈക്വൽ ടു xn മൈനസ് n-1 ഇൻറ്റു ഡി. അപ്പോൾ ഇവിടെ x1 കിട്ടണമെങ്കിൽ xn അല്ലേ? nth ടേം നമുക്കിപ്പോൾ 4ാമത്തെ ടേമിന് എടുക്കാം. അപ്പോൾ x4 മൈനസ് n എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 ഇൻറ്റു ഡി. ഡി -10. അപ്പോൾ x4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x4 61 മൈനസ് 4 മൈനസ് 1 3 ഇൻറ്റു -10 സീക്വൽ ടു 61. നോക്കിയേ, -3 ഇൻറ്റു -10. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് 30. അപ്പോൾ 61 പ്ലസ് 30 91. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. നോക്കിയാൽ 5th ടേം, 5ാമത്തെ ടേം, 5ാമത്തെ പദം 10, 10ാമത്തെ പദം 5 അല്ലേ? 5ാമത്തത് 10, 10ാമത്തത് 5. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് എഴുതാൻ പറ്റും അല്ലേ? എത്രയാണ്? -1 അല്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു TD ബൈ PD. ടേം ഡിഫറൻസ് നോക്കിയാൽ 5 മൈനസ് 10 ബൈ അഞ്ഞ പൊസിഷൻ നോക്കിയാൽ ഇത് 10ാമത്തതാണ് 10 മൈനസ് ഇത് 5ാമത്തതാണ് 5 അല്ലേ? അതായത് -5 ബൈ 5 ഈക്വൽ ടു നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ -5 ബൈ 5 1 അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതേ രൂപയിൽ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും -1 ആയിരിക്കും അല്ലേ? ഇനി എന്താണ് ചോദ്യം? 15th 15ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സംശയം വേണ്ട, നമ്മൾ ഇക്വേഷൻ എഴുതാം. xn ഈസ് ഈക്വൽ ടു x1 1ാമത്തെ പദം പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് നോക്കിയേ, xn ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? 15ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതുകൊണ്ട് x15 ഈക്വൽ ടു x1 1ാമത്തെ പദം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പകരം എന്താണ്? 5ഉം 10ഉം അല്ലേ? അപ്പോൾ 5ാമത്തെ ടേം നമ്മൾ എടുക്കാം. അപ്പോൾ പ്ലസ് n എന്ന് പറഞ്ഞാൽ 15 മൈനസ് എത്രയാണ്? 1 അല്ല അല്ലേ? ഇവിടെ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 5. അപ്പോൾ 5 5ാമത്തെ ടേമാണ് എടുത്തത്, അതുകൊണ്ട് 5 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് 1. അപ്പോൾ എന്ത് വരും? 5ാമത്തെ ടേം എത്രയാണ്? 10 പ്ലസ് 15 മൈനസ് 5 10 ഇൻറ്റു -1. അതായത് 10 ഇൻറ്റു -1 അല്ലേ? 10 ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ -10. അപ്പോൾ 10 മൈനസ് 10 0. അപ്പോൾ 15ാമത്തെ ടേം ഏതാണ്? 0. ഇനി അത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 25th ടേം 25ാമത്തെ ടേം ഏതാണ്? ഓക്കെ, ഇക്വേഷൻ എഴുതിക്കോ. xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ x25 ഈക്വൽ ടു x1 1ാമത്തെ ടേമില്ല, പകരം 5ാമത്തെ ടേമാണ്. അതുകൊണ്ട് x5 പ്ലസ് n-1 25 മൈനസ് 5 25 മൈനസ് 5 കണ്ടോ? 25 മൈനസ് 5 ഇൻറ്റു ഡി. ഡി -1.
ഈക്വൽ ടു x5 എത്രയാണ് xy 10 പത്താമത്തെ ടേം അഞ്ചാമത്തെ ടേം 10 പ്ലസ് 25 മൈനസ് 5 20 ഇൻറ്റു -1 അതായത് 10 20 ഇൻറ്റു -1 -20 അപ്പോൾ എത്ര കിട്ടും 10 മൈനസ് 20 എന്ന് പറഞ്ഞാൽ -10 വലുതിൽ നിന്ന് ചെറുത് കുറക്കുക വെറുതിൻ്റെ ചിഹ്നം അല്ലേ. അപ്പോൾ നമ്മുടെ 25ാമത്തെ ടേം എത്ര വരും -10. അപ്പോൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ഇനി നമുക്കിതിൽ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ